എക്യുബറിലെ 3 മിനിറ്റ് കൊടുത്തേക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഒരു അല്ല, മിനിറ്റ് അദ്ദേഹത്തിന് സംസാരിക്കട്ടെ, ഒരു ചോ മിനിറ്റ് സംസാരിക്കട്ടെ. ചോ യോഗ്യമാണെന്ന് കണ്ടാൽ പിന്നീട് നമുക്ക് ടൈം എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ ചോദ്യം ചോദിക്കാനാണെങ്കിൽ 1 മിനിറ്റ് മതി. അതല്ല എന്തെങ്കിലും പറയാനാണെങ്കിൽ 2 മിനിറ്റ് കൊടുക്കും അദ്ദേഹത്തിന്. ഓക്കെ 2 മിനിറ്റ് ഓക്കെ ഓക്കെ. അഹമ്മദ് ചോദ്യം ചോദിക്കാനാണോ ഇപ്പൊ എക്യുബർ പറഞ്ഞതിന് ഒരു ബാക്കി ഉത്തരം പറയാൻ വേണ്ടിയാണോ? ഉത്തരം മറുപടി പറയാൻ. ഓക്കെ, 2 മിനിറ്റ് ഞാൻ തരാം, 2 മിനിറ്റ് സംസാരിച്ചോ. ഓക്കെ ഓക്കെ. അതിന്റെ നിങ്ങൾ പറഞ്ഞത് തഫ്സീറാണ്. ഇത് നിങ്ങൾ നേരത്തെ മുൻകാലങ്ങളിൽ നമ്മൾ രണ്ടുപേരും ചർച്ച നടത്തിയപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന തഫ്സീറിനകത്ത് റാസി, സുയൂത്തി, തുബിരി, പിന്നെ ജലാലൈനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇപ്പോഴാണ് നിങ്ങൾ ഇത് തഫ്സീറാണ്, ഇപ്പോഴാണ് നിങ്ങൾ പറയുന്നത് തഫ്സീറാണ്. ഇത് എന്റെ മുസ്ലിം ലോകത്ത് ഇത് തഫ്സീറായിട്ട് അംഗീകരിച്ചായിട്ട് എനിക്കിവിടെ ഓർമ്മയില്ല. എനിക്കിവിടെയും ഞാൻ പഠിച്ചതിനകത്ത് എവിടെയും കിട്ടിയിട്ട. തഫ്സീർ എന്ന് പറയുമ്പം തുബിരി, സുയൂത്തി, ജലാലൈനി, റാസി അതൊക്കെയാ. അപ്പൊ നിങ്ങൾ ആ സാധനം കൊണ്ടുപോകും. അതല്ലേ ഞാൻ നമ്മൾ രണ്ടുപേരും ചർച്ച തുടങ്ങിയപ്പോ മുതലേ നമ്മൾ അതല്ലേ പറഞ്ഞേ. ഞാൻ എന്നെ നിങ്ങൾ പുറത്തിറക്കി വിട്ടതിന് കാണാൻ തന്നെ എന്താ. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ഇത് എടുത്തോണ്ട് വന്ന എങ്ങനെ ശരിയാണ്? അഹമ്മദ് കഴിഞ്ഞോ? ഇനി സമയമുണ്ട്, 1 മിനിറ്റ് കൂടെ ഉണ്ട്. മതി, എനിക്ക് ഇത്രയും മതി. ഓക്കെ ഓക്കെ. എക്യുബർ എത്ര മിനിറ്റ് വേണം പറയാനാ? എല്ലാവർക്കും ടൈം വെച്ചു സംസാരിക്കാൻ. ഓക്കെ. ഞാൻ നോക്കാം. ഇദ്ദേഹം പറയുന്ന തഫ്സീറുകളിലോട്ട് ഞാൻ പോകാൻ നോക്കാം. പക്ഷെ ഇത് കൂടാതെ ഞാൻ 4 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ഇവരുടെ 2 മിനിറ്റ് എനിക്ക് ഉണ്ടല്ലോ അല്ലെ? ഇതിനകത്ത് ഒന്ന്, മലയാളം ട്രാൻസ്ലേഷനിൽ ഏകദേശം ഞാൻ അറിയുന്ന എല്ലാ ഉസ്താദുമാരും മുൻ വേദക്കാർ എന്ന് പറയുന്നത് ക്രൈസ്തവരും യഹൂദരുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2, ഞാൻ ഇവിടെ DP ഇട്ട് കാണിച്ച ഖുറാനിനകത്ത് ബ്രാക്കറ്റിൽ ഇവർ എഴുതി വെച്ചേക്കുന്നത് ഇത് ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ് എന്നാണ്. ഞാൻ 2 തഫ്സീറുകളാണ് ഞാൻ ഇവിടെ കാണിച്ചത്. അതിനകത്ത് 2ലും ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ്, അതിപ്പോഴും എന്റെ DP-യിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഇതിനകത്ത് 2ലും കാണുന്നത് ഇത് ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ് എന്നാണ്. എന്നാൽ ഇത് ജ്യൂസോ ക്രിസ്ത്യൻസോ അല്ല എന്ന് പറയുന്ന ഒരൊറ്റ തഫ്സീറും ഞാൻ കണ്ടിട്ടില്ല. ഇത് ജ്യൂസും ക്രിസ്ത്യൻസും അല്ല, ഇത് വേറെ ആരെങ്കിലും ആണ് എന്ന് പറയുന്ന എന്തെങ്കിലും തെളിവ് അഹമ്മദിന്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പ്രസന്റ് ചെയ്യാനുള്ള അവസരം ബോണ്ടെ താങ്കൾ കൊടുക്കൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ സൈഡിൽ നിന്ന് മലയാളത്തിനകത്ത് ഉസ്താദുമാര് ഈ വേദക്കാരെന്ന് പറയുന്നത് ക്രൈസ്തവരും യഹൂദരുമാണെന്ന് പറഞ്ഞിരിക്കുന്ന ഇഷ്ടം പോലെ വീഡിയോകൾ കാണാം. അതുപോലെ തന്നെ ഖുറാനിൽ നമുക്ക് ഇത് കാണാനായിട്ട് പറ്റും ഇത് ആരുടെ കയ്യിലാണ് ഉള്ളതെന്ന്. 2, ഞാൻ ഇംഗ്ലീഷ് ഖുറാന്റെ DP ഇട്ട് ഞാൻ കാണിച്ചു തന്നു. 3, ഞാൻ തഫ്സീറുകൾ 2 എക്സാമ്പിൾ കാണിച്ചു തന്നു. അത് 2 ഇപ്പോഴും എന്റെ DP-യിലും കിടക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഇത് വേദക്കാരല്ല, പക്ഷെ വേറെ ആരോ ആണ്. അതാരാണ് എന്ന് തെളിയിക്കുന്ന, അല്ലെങ്കിൽ ഇത് വേറെ ആരാണ് എന്ന് ഇദ്ദേഹം പറയുന്ന ഭാഗം തെളിയിക്കാനായിട്ട് ഇദ്ദേഹത്തിന് അവസരം കൊടുക്കും. അഹമ്മദ് മൈക്ക് എടുക്കും. വർഗീസ് സാർ വന്നിട്ടുണ്ട്. വർഗീസ് ഫാസ്റ്റ് കേട്ടോ. വർഗീസ് ഫാസ്റ്റ് ഒരു ചർച്ച നടക്കുക, അത് മോഡറേറ്റ് ചെയ്യണം. അപ്പൊ അഹമ്മദ് ഇവിടെ എക്യും ബ്രദർ 2 തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. എക്യും ബ്രദർ തെളിവുണ്ട്. അപ്പൊ ഈ തെളിവ് തെറ്റാണെന്നാണ് അഹമ്മദ് സ്ഥാപിക്കണമെങ്കിൽ അഹമ്മദ് അംഗീകരിക്കുന്ന തഫ്സീർ അഹമ്മദ് കൊണ്ടുവന്നിട്ട് അതെടുത്ത് കാണിക്കുമോ? അതല്ലേ എക്യും ബ്രദർ ഉദ്ദേശിക്കുന്ന? അതെ, ഈ വേദക്കാര് ക്രൈസ്തവരോ യഹൂദരോ അല്ല എന്ന് പറയുന്ന ഭാഗം, അതായത് ആണെന്ന് പറയുന്നത് ഞാൻ തന്നു. ഇനി ഇതല്ല എന്ന് പറയുന്ന ഭാഗം അദ്ദേഹത്തിന് കൊണ്ടുവരാം. ഓക്കെ ഓക്കെ. അഹമ്മദിന് മൈക്ക് എടുക്കുക, 2 മിനിറ്റ് തരാം, മൈക്ക് എടുക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ തഫ്സീറുകളിലൊന്നും കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. പക്ഷെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എന്തുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ എന്താ തഫ്സീർ ജലാലൈനി, നിങ്ങളിപ്പോ ആ തഫ്സീർ എടുക്കുന്നില്ല. വേണമെങ്കിൽ ഞാനും ബ്രദറും നടന്ന ചർച്ച നിങ്ങൾക്ക് എന്റെ പ്രൊഫൈൽ നോക്കിയാൽ കാണാൻ പറ്റും. ആ സമയത്ത് ഞാൻ ഒരു സംശയം ചോദിക്കുമ്പോൾ ബ്രദർ എടുക്കുന്ന തഫ്സീർ ജലാലൈനിയും സുയൂത്തിക. അപ്പൊ ഇപ്പം ബ്രദർ ജലാലൈനിയും സുയൂത്തിയും തൊടുന്ന പോലും ഇല്ല. എന്നിട്ട് പഴയ തഫ്സീറുകൾ കണ്ടിട്ടില്ല. അതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അന്ന് എക്യും ബ്രദർ ഈ ജലാലയൻ എടുത്ത തഫ്സീറിൽ എടുത്ത് പറഞ്ഞ കാര്യം അഹമ്മദ് അംഗീകരിക്കുന്നുണ്ടോ? ഞാനത് അംഗീകരിച്ചെന്ന് ഞാൻ അന്നേ പറഞ്ഞായിരുന്നല്ലോ. അതെന്ത് സംഭവം എന്തുവാ? സംഭവം ഇന്നമാ വലിക്കും അല്ലാഹു റസൂലു വല്ലദീന ആമനു വല്ലദീന യഖീമുന സ്വലാത്ത വഹും റാക്കിഊൻ എന്ന ആയത്ത് കൊണ്ട് ഞാന് റസൂലുള്ളാഹെ സഹായിക്കുമെന്ന് ഞാൻ തെളിയിച്ചു. അതപ്പോ ആള് തന്നെ റസൂലുള്ളാഹെ സഹായിക്കും എന്നാണ് പറഞ്ഞു. 55-ാമത്തെ ആയത്ത് ഞാൻ കൊടുത്തപ്പോൾ ആള് പറഞ്ഞ് ആയത്തിനകത്ത് റസൂലുള്ളാഹെ സഹായിക്കുന്നുണ്ട്, അത് മുസ്ലിം ലോകം അംഗീകരിക്കുന്നതാണ്
എന്നൊക്കെ ആള് പറഞ്ഞു. ആളന്ന് ആ ശരി, ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ, തെളിവുകൾ മനസ്സിലായി മനസ്സിലായി സഹിതം മനസ്സിലായി പറഞ്ഞത്. മനസ്സിലായി ആള് അത് മനസ്സിലായി മാത്രല്ല, മനസ്സിലായി തഫ്സീർ മ്യൂട്ട് ചെയ്തു, മാത്രമല്ല മനസ്സിലായി എടുത്തത്. മനസ്സിലായി, ആള് മ്യൂട്ട് പിന്നെ ചെയ്തോ. മറ്റ് ഗ്രന്ഥങ്ങൾ സഹിതം അഹമ്മദെ പറഞ്ഞാൽ പഠിച്ചെന്ന്. മനസ്സിലാവില്ല, മ്യൂട്ട് ചെയ്തേ. എക്യുബ് മൈക്ക് എടുത്തോ. ഓക്കെ, അപ്പൊ ഇവിടെ അഹമ്മദ് സമ്മതിക്കുന്ന ഒരു കാര്യം, ഇത് ഈ വേദക്കാർ ആരാണെന്ന് പറയുന്ന തഫ്സീറുകൾ ഞാൻ കൊണ്ടുവന്നു. യെസ്, ഞാൻ ഇബിൻ കത്തീർ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നോക്കാം. അദ്ദേഹം പറഞ്ഞത് ഞാൻ മുഖവിലക്കെടുത്ത് ഞാനത് നോക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ഇതിനോടൊപ്പം തന്നെ മറ്റു പലരും പറഞ്ഞത് ഞാൻ പ്രസന്റ് ചെയ്തു. പ്ലസ് ഇവരുടെ തന്നെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഈ ഇംഗ്ലീഷ് ഖുറാൻ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹം ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ഇത് ക്രൈസ്തവരും യഹൂദരും ആണെന്ന് പറഞ്ഞു. എനിക്ക് അറിയേണ്ട കാര്യം, ഇത് ഇദ്ദേഹം തള്ളുകയാണോ അതോ ഇത് അദ്ദേഹം എന്താ പറയുന്നത്, അത് അങ്ങനെ അല്ലെന്നാണോ പറയുന്നത്, ആണെന്നാണോ പറയുന്നത്? അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ഞാൻ എന്താ പറയുന്നത്, തഫ്സീർ കൊണ്ടുവന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ഇവിടെ ഇട്ട DP-യിൽ ബ്രാക്കറ്റിൽ ജ്യൂസ് ആൻഡ് ക്രിസ്ത്യൻസ്, വേദക്കാർ എന്ന് പറയുന്നത് ക്രൈസ്തവരും യഹൂദരുമാണെന്ന് ഇവരുടെ പണ്ഡിതർ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ഉൾക്കൊള്ളുന്നുവോ അതോ അതിനെ തള്ളുന്നുവോ എന്ന് വ്യക്തമായി ബോണ്ട് എനിക്ക് വേണ്ടി ഒന്ന് ചോദിക്കണം അദ്ദേഹത്തോട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ആൻസർ കിട്ടും. എനിക്ക് മനസ്സിലായി. അഹമ്മദെ, അതായത് എക്യുബ് ബ്രദർ ചോദിക്കുന്നത്, ഈ എക്യുബ് ബ്രദർ കൊണ്ടുവന്ന ഈ തെളിവില് ജൂതരും ക്രിസ്ത്യാനികളെ പറ്റിയാണ് പറയുന്നത്. ഇത് താങ്കൾ ഇത് സമ്മതിക്കുന്നുണ്ടോ? അത് ഈ ജൂതന്മാരും ക്രിസ്ത്യാനിയും അല്ലെന്നാണ് താങ്കളുടെ വാദം? പിന്നെ ആരാണ്? ലിംഗമതക്കാരാണോ അതോ പിന്നെ ഹിന്ദുക്കളാണോ? ഏത് ആൾക്കാരെ പറ്റിയാണ് അത് പറയുന്നതെന്ന് അഹമ്മദ് അതൊന്ന് വ്യക്തമാക്കി ഇവിടെ തെളിയിച്ചു തരണം. എടുത്തു. ഓക്കെ, അപ്പം നിങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങൾ എന്നിട്ടും ആ വഴിക്ക് പോകുന്നില്ലെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തഫ്സീൽ എടുത്ത് തെളിയിച്ച് തരൂ എന്ന് ഞാൻ പറഞ്ഞില്ല മര്യാദക്ക്. നിങ്ങൾ എന്നിട്ടും കൊണ്ടുവന്നത് തട്ടിച്ച് തന്നെ നിക്കത്തോളൂ. ഞാൻ അപ്പുറത്തേക്ക് പോത്തില്ല എന്ന് പറഞ്ഞ് നിക്കല്ലേ. ഞാൻ പറഞ്ഞ തഫ്സീർ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. തഫ്സീറിനകത്ത് അഹ്ലുൽ കിതാബ് ആരാന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ബ്രാക്കറ്റിനകത്ത് എന്ത് ചേർത്തു എന്നല്ല എന്റെ ചോദ്യം. ബ്രാക്കറ്റിനകത്ത് അല്ല, ഈ പരിഭാഷ പുള്ളിക്കാരന് ആർക്ക് കോംപ്രഹെൻസീവ് വേണമെങ്കിലും എന്ത് ഇഷ്യൂ ഉണ്ട്. മോഡിഫൈ ചെയ്യാമല്ലോ. എടാ അഹമ്മദ്, ഈ ഇദ്ദേഹത്തിന് തഫ്സീറല്ല, പിന്നെ വെണ്ടയ്ക്ക അതിന് മത്തങ്ങ ഒന്നും അല്ലല്ലോ തഫ്സീറല്ല കൊണ്ടുവന്നത്. നീ അല്ലെന്ന് തെളിയിക്കാം. ചങ്ങായി അത് ലിംഗമതക്കാരാണോ അതോ മുസ്ലിം ലോകത്താണ് വേറെ ഏത് തഫ്സീർ ഭാഷ അംഗീകരിക്കുന്ന 10 തെളിയിക്കാൻ പേരെ പറ്റും. പേര് ചുമ്മാ നിന്റെ ഈ മുസ്ലിം ലോകത്ത് വളവളാക്കേണ്ട ആവശ്യമില്ല. മുസ്ലിം നിന്റെ ലോകത്ത് ഈ വളവളാക്കേണ്ട ആവശ്യമില്ല, കൊണ്ടുവന്ന മനസ്സിലായോ? സാധനങ്ങൾ തഫ്സീറാണെന്ന് അംഗീകരിക്കുന്ന നീ 10 അങ്ങ് പേര് തെളിയിക്കും. ഇതല്ലെന്ന് ക്രിസ്ത്യാനി യഹൂദരെല്ലാം തെളിയിക്കാം. 10 പേര് ചുമ്മാ ഈ കൊണ്ടുവന്ന ചെറുതാക്കേണ്ട തഫ്സീറാണെന്ന് ആവശ്യമില്ല. അംഗീകരിക്കുന്ന കുറച്ചേരെ ക്ഷമിക്കുന്നത്, ചുമ്മാ കുറച്ചേരെ പത്തിമാമിങ്ങളുടെ പേര് ക്ഷമിക്കുന്നത്. പറഞ്ഞാൽ മതി. നീ അത് തെളിയിക്കല്ലെന്ന്, ഈ നീ കൊണ്ടുവന്നത് തെളിയിക്കല്ലെന്ന് തെളിയിക്കുക. തഫ്സീറാണെന്ന് അംഗീകരിക്കുന്ന 10 ഇമാമിങ്ങളുടെ പേര്. ഇനി ഇമാമിന്റെ പേരുണ്ടെന്നോ? ഇമാം ഷാഫി, ഇമാം തങ്കപ്പൻ, ഇമാം പൊന്നപ്പൻ പോരെ? നിങ്ങളുടെ പൊന്നപ്പനെ തങ്കപ്പനെ കഴിഞ്ഞിരിക്കുന്ന ആ, നിങ്ങൾക്ക് വേണ്ട. പിന്നെന്താ വേണ്ടത്? തെളിവ് കൊടുത്തപ്പോ അതല്ലെന്ന്. പിന്നെ ബോണ്ടെ ക്രിസ്ത്യാനി ബോണ്ടെ ബോണ്ടെ ഹിന്ദുക്കളല്ല, പിന്നെ ബോണ്ടെ ആരാണ്? ബോണ്ടെ ഇതിന്റെ അകത്ത് ബോണ്ടെ ഒരു സെക്കൻഡ് ഇതിന്റെ അകത്ത് ഇപ്പം ബ്രദറിന്റെ വാദത്തിനെ സാധൂകരിക്കാൻ വേണ്ട തെളിവുകൾ കൃത്യമായിട്ട് ബ്രദർ ഒരു 10-15 മിനിറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ DP ചേഞ്ച് ചെയ്തും വായിച്ചും എല്ലാം ഈ താഴെ ഇരിക്കുന്നവരെയും പിന്നെ ജുനൈദ് ഒഴിച്ച് ബാക്കി എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ജുനൈദ് ശ്രമിക്കേണ്ടത്, ജുനൈദിന് ഇതിന്റെ അകത്ത് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ജുനൈദ് ഏത് ഡോക്യുമെന്റും ജുനൈദിന് എടുക്കാം. മനസ്സിലായോ? ഈ വേദക്കാർ എന്ന് പറയുന്നത്, പീപ്പിൾ ഓഫ് ബുക്ക് എന്ന് വിളിക്കുന്നത് ക്രിസ്ത്യാനികളെയും യഹൂദരെയും അല്ല എന്നാണല്ലോ താങ്കളുടെ വാദം. അത് തെറ്റാണെന്ന് ഇപ്പം ഈ ബ്രദറിന് എതിരായിട്ടുള്ള വാദത്തെ ഖണ്ഡിക്കാനാണല്ലോ താങ്കൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ താങ്കളുടെ വാദം സ്വാഭാവികമായിട്ട് ഇതല്ല എന്നുള്ളതാണെങ്കിൽ ഒന്നെങ്കിൽ ഇതാണെന്ന് പറയുക, ബ്രദർ പറയുന്നത് സമ്മതിക്കുക. ഇനി അല്ല എന്നുണ്ടെങ്കിൽ താങ്കൾ അതിനെ സാധൂകരിക്കാൻ വേണ്ട എന്ത് ഡോക്യുമെന്റും താങ്കൾക്ക് എടുക്കാം. താങ്കൾ പറയുന്നത് ജലാലയന്റെയോ ഏത് തഫ്സീർ താങ്കൾ എടുത്തോ, അതിന്റെ അകത്ത് ഞങ്ങളെ കൂടെ കാണിക്കൂ. ഈ മാന്യമായിട്ട് അന്തസ്സുണ്ടെങ്കിൽ താങ്കൾ ഉപയോഗിച്ച മുമ്പത്തെ ഒരു വാക്കുണ്ട്, ആണാണെങ്കിൽ താങ്കൾ ആ DP-ക്കകത്തിട്ട് ഇങ്ങനെ ഞങ്ങളെന്ന് കാണിക്കുക, ഇതാണ് സംഭവം, ഇത് ഇങ്ങനെയാണെന്ന് ഈ പീപ്പിൾ ഓഫ് ബുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ അർത്ഥം വെക്കുന്നത്, അല്ല ഇന്ന തഫ്സീറിനകത്ത് ഇതാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് കാണിക്കാനുള്ള സാമാന്യ മര്യാദ താങ്കൾ കാണിക്കുക. അല്ല ചുമ്മാ ഇരുന്ന് ഈ വളവള പറയാതെ. ഓക്കെ യെസ് ബ്രദറെ, ഞാൻ പറയട്ടെ.
അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നീ ഇപ്പം തെളിവുണ്ടോ? ഞാൻ നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾക്ക് നീ ഇപ്പം തെളിവ് കൊണ്ടല്ല. ജലാലയങ്ങൾ നീ തെളിവ് സ്വീകരിച്ചൊന്നും കൊണ്ടുവാ. എടുക്കാൻ നീ തെളിവ് വയ്യ. കൊണ്ട് തെളിയിക്കും. നിങ്ങൾക്ക് സമയമുള്ളപ്പോ നിങ്ങൾ നീ അതെടുക്കും. തെളിവ് എന്നിട്ട് കൊണ്ടൊന്ന് നിങ്ങൾ തെളിയിക്കാൻ നിങ്ങളുടെ ഇല്ല നീ വഴിക്ക് കൊണ്ടുവാ. പോകും. നീ ജുനൈദ്, ആദ്യം ജുനൈദിനോട് നിങ്ങൾ താങ്കൾ ജുനൈദിനോട് അങ്ങോട്ട് മലയാളത്തിൽ ചോദിക്കുമ്പോൾ താങ്കൾ ജുനൈദെ ജലാലയം പറഞ്ഞത്. സ്വീകരിക്കുന്നതിനെ കുറിച്ച് ജുനൈദിനോട് ജുനൈദേ, മനുഷ്യ മലയാളത്തിൽ ക്ഷമ ഒന്ന് പരീക്ഷിക്കും. പറ. വേണ്ട ഒറ്റ ഒരു അവസരത്തിൽ മിനിറ്റ്, താങ്കൾ ഒറ്റ ജലാലയം ഒരു മിനിറ്റ്. സ്വീകരിച്ചെടുക്കും. ജുനൈദേ, മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുന്ന ഒരു ഇപ്പൊ പരിധിയുണ്ട്. ഞാൻ ജലാലയം കുറച്ചുകൂടി കേട്ടോണ്ടിരിക്കുക. സ്വീകരിച്ചെടുക്കുന്നില്ല. നീ അല്ലെന്ന് തെളിയിക്കുവാണെങ്കിൽ നീയാണ് തെളിവ് കൊണ്ടുപോയിട്ട് നീയാണ് നിങ്ങൾ ഒരു അതീശത്തോണ്ട് 20 റൂം തഫ്സീർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ 10 തഫ്സീറിനകത്ത് റൂമുകൾ ചുമ്മാ ബഹളം വെക്കാതെ നിങ്ങൾ കിടക്കാം. 20 നീ ബഹളം റൂമുകൾ വെക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ 10 റൂമുകൾ നിങ്ങൾ നീ ബഹളം ജലാലയം വെക്കാതെ. നീ ബഹളം 10 വെക്കാതെ. റൂമുകളിൽ സാറുമാരെ നീ ബഹളം സാറുമാരെ വെക്കാതെ. ഒരു ഒരു 20 മധുരട്ട റൂമുകൾ വർഗീസ് പാസ്റ്റർ ഒരു പ്രശ്നമാണ് മിനിറ്റ്. 10 റൂമുകൾ നമ്മളിത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ജലാലയം സൈലന്റ് ചെയ്യും. പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ക്ലബ്ബിൽ അഹമ്മദ് തന്നെ ഒരു മിനിറ്റ്. പറഞ്ഞിട്ടുണ്ട്. അഹമ്മദ് ഒരു പക്ഷെ മിനിറ്റ്. നിങ്ങൾ ഈ അഹമ്മദ് ഒരു മിനിറ്റ്. ആയത്ത് വരുമ്പോ അഹമ്മദ് ജലാലിനെ എടുക്കുന്നില്ല. നിങ്ങൾ ഈ ആയത്ത് വരുമ്പോ നിങ്ങൾ എല്ലാവർക്കും എന്നിട്ട് ജലാലിനെ പൊട്ടിത്തെറിക്കാൻ എടുക്കുന്നില്ല. സമയം തരാം. ഇതേ എനിക്ക് ഇതേ പൊട്ടിത്തെറിക്കാൻ ക്ലബ്ബിൽ സമയം തന്നെ നിങ്ങൾ തരുന്നുണ്ട്. പല നീ ഒന്ന് മ്യൂട്ട് പ്രാവശ്യം ചെയ്തേ. നീ ഒന്ന് ജലാലിനെ മ്യൂട്ട് ചെയ്തേ. എടുത്തിട്ടുണ്ട്. നീ ഒന്ന് മ്യൂട്ട് ചെയ്യേ. നീ ഒന്ന് മ്യൂട്ട് ചെയ്യ്. ഇവിടെ ബഹളം വെക്കാതെ. ഇത് എല്ലാ മുസ്ലിങ്ങളെ പോലെ ബഹളം വെക്കാതെ. ഇതാ ഈ ബോണ്ടെ ക്രിസ്ത്യാനി ബോണ്ടെ യഹൂദരെ ബോണ്ടെ അല്ലെന്ന് തെളിയിക്കാൻ ബോണ്ടെ നീ ഞാൻ തെളിവ് കൊണ്ടുപോകാൻ. നീ തെളിവ് ബോണ്ടെ കൊണ്ടുപോവാ. ഞാൻ മ്യൂട്ട് ചെയ്തോളാം. നീ തെളിവ് കൊണ്ടുപോവാ. നീ ഇവിടെ എടുത്ത് തെളിവ് എടുത്തു. നീ തഫ്സീർ എടുത്തോണ്ട് പോവാ. നിനക്കൊക്കെ അള്ളാഹു ഇറക്കി തന്ന ഖുറാനേക്കാളും വലുത് മനുഷ്യൻ എഴുതിയ തഫ്സീർ ആണെങ്കിൽ നീ ആ തഫ്സീർ എടുത്തോണ്ട് പോവാ. അള്ളാഹുവിന് പുല്ലുവിലയല്ലേ നിങ്ങൾക്ക് വില മനുഷ്യൻ എഴുതിയ ഓ തഫ്സീറല്ലേ. നീ എടുത്തോണ്ട് പോവാ. ചങ്ങായി. നീ തെളിവ് കൊണ്ടുപോടാ. നീ തെളിവ് അപ്പൊ കൊണ്ടുപോവാ. നിങ്ങൾ ഈ ദേഷ്യപ്പെടുന്ന നോക്കിനാ ഞാൻ എടാ പറയുന്നത് നിനക്ക് സത്യമാണെന്നാണ് പറഞ്ഞ നിങ്ങൾ മനസ്സിലാവും. നീ ദേഷ്യപ്പെടുന്നത്. പൊട്ടനാണോ? ഞാൻ പറയുന്നത് സത്യമാണ്. നിനക്ക് പറഞ്ഞ മനസ്സിലാവും. നീ ഞാൻ പൊട്ടൻ പറയുന്നത് വല്ലതാണോ? സത്യമാണെന്നാണ് നിങ്ങൾ അല്ല 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 ദേഷ്യപ്പെടുന്നത്. അല്ല സാറുമാരെ ഒരു മിനിറ്റ് ഒരു പോണ്ടേ ഒരു മിനിറ്റ് അഹമ്മദെ ഞങ്ങൾക്ക് ഇവിടെ സാറുമാർ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാവാത്തോണ്ടല്ല, തന്റെ പൊട്ടത്തരം കേട്ടിട്ടാണ്, വിവരക്കേട് കേട്ടിട്ടാണ്. നിങ്ങളുടെ ഖുറാനകത്ത് അന്തവും കുന്തവും ഇല്ലാത്തൊരു പുസ്തകത്തിനകത്ത് അള്ളാഹു എന്ന് പറഞ്ഞ പൊട്ടൻ എഴുതി വെച്ചത് ഏതർത്ഥമാണെന്ന് ഒരു പൊട്ടൻ എഴുതി വെച്ചു, ഇന്നയാളെ കുറിച്ചാണെന്ന്. അപ്പൊ താൻ പറയുന്നു അത് അങ്ങനെ അല്ലെന്നാണെങ്കിൽ അത് എന്താണെന്ന് ഒരു തെളിവ് വെച്ച് പറയാനായി പറയുന്നത്, അല്ലാതെ മദ്രസ കിടന്ന് കുരയ്ക്കുന്ന പൊട്ടത്തരങ്ങൾ ഇവിടെ പറയണ്ട. നിങ്ങൾ മര്യാദയ്ക്ക് തന്നെ പറയാണ്, പല സമയങ്ങളിൽ മര്യാദയ്ക്ക് പറയാണ്. ഇവിടെ അതുകൊണ്ട് ജലാലിനെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ അല്ല സുയൂത്തി ജലാലേനെ എടുത്തിട്ടുണ്ട്. എടുത്തോ മറ്റാൾ എടുത്തോ എന്നെല്ലാം നിങ്ങൾ ചോദിച്ചത് എടുത്തിട്ടുണ്ട്. തന്നോട് നിങ്ങൾ ചില ചോദിച്ചത്. ആയത്തുകൾ അല്ല പറയുന്നത് കേക്ക്, ഈ ആൾക്കാർ ജലാലിനെ എടുത്ത് ദേഷ്യപ്പെടുന്നതിന്റെ കാരണം പരാമർശിക്കാറുണ്ട്. അരി പക്ഷെ എത്രാന്ന് നിങ്ങളിപ്പോ ചോദിക്കുമ്പോൾ ജലാലിനെ പയർ അഞ്ഞാഴി എന്നുള്ള ഉത്തരവാണ്. നിങ്ങൾ ആ ഉത്തരവല്ല എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത്. വർഗീസ് അച്ചായൻ എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. വർഗീസ് എൽസീനെ അച്ചാൻ തഫ്സീർ എടുത്തിട്ടുണ്ട്. പഠിക്കലല്ല പരിപാടി, വേറെ ഇപ്പൊ പണിയുണ്ട്. നിങ്ങൾ ഈ തഫ്സീർ മുഹമ്മദ് ജുനൈദ് പറയുന്നത് കേക്ക്, അത് എന്റെ ചോദിച്ചൊരു ഉത്തരം പ്രശ്നമല്ല. പറയാം. അത് അല്ല ഇപ്പൊ എടുത്ത് താഴെ നിങ്ങളുടെ ഇടും ഞാൻ, മനസ്സിലായോ? ഇയാളോട് ചോദിച്ചത് അത് വേദക്കാരെന്ന് പറയുന്നത് ആരാണെന്ന് ഇയാളുടെ ഒരു തെളിവ് വെച്ച് പറഞ്ഞാൽ മതി, പരിപാടി കഴിഞ്ഞു. അല്ലെങ്കിൽ മോൻ താഴെ പോയിരിക്കുക. ഓക്കെ, ഈ ഒരാളെ കൊണ്ട് 100 വട്ടം നിങ്ങൾ ചോദിപ്പിക്കണ്ട. 20 റൂമുകളിൽ 10 റൂമുകളിൽ തഫ്സീർ ഒരു റൂമിൽ ഞാൻ ഒരു തഫ്സീർ ചോദിച്ചപ്പോ നിങ്ങൾക്ക് ആ തഫ്സീർ എടുക്കാൻ വയ്യ. ഞങ്ങൾക്ക് ഇയാളുടെ തെളിവ് തഫ്സീർ കൊണ്ടുവരാൻ തോന്നുന്ന പഠിക്കേണ്ട സമയത്ത് ആവശ്യമില്ലെന്നേ. തഫ്സീർ എടുക്കും, തോന്നുന്ന സമയത്ത് തഫ്സീർ എടുക്കും. നീ അപ്പം എന്നിട്ട് പോണ്ടേ പറയും നീ മുസ്ലിങ്ങൾക്ക് പോണ്ടേ തഫ്സീർ തെളിവ് വേണം, കൊണ്ടുപോടാ അഹമ്മദേ. ഹദീസിന്റെ നീ തെളിവ് കൊണ്ടുപോടാ. അഹമ്മദേ. ഇത് എന്ത് കഷ്ടം നോക്കിയേ. നമ്മൾ തെളിവ് കൊണ്ടുപോയിട്ട് പറയാണ് അത് അങ്ങനെ അല്ലെന്ന്. അന്നാ നീ എടുത്തോണ്ട് വാ. ഒരു ഡിബേറ്റിന്റെ സാമാന്യ മര്യാദ പോലും അറിയാതാണ് ഇവന്മാരൊക്കെ റൂമിലോട്ട് കയറി വരുന്നത്. ഒരു 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 ചെറിയൊരു ഡിബേറ്റ്, അതിന് ബേസിക് അറിയത്തില്ല. ചുമ്മാ വന്ന് വളവള ബഹളം വെച്ച് മദ്രസ സപ്പോർട്ടർ വയറ് പറയല്ലാതെ നമ്മൾ തെളിവ് കൊണ്ടുപോകണം. എല്ലാത്തിനും തെളിവ് കൊടുത്താൽ അംഗീകരിക്കണം. കൊണ്ട് ജുനൈദ് പറയുന്നത് എന്നാണെന്നറിയോ? യക്യൂബ് ബ്രദർ പീപ്പിൾ ഓഫ് ബുക്ക് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളും യഹൂദരുമാണെന്ന് തെളിയിച്ചു. ഇനി അതല്ല എന്നാണ് ജുനൈദിന്റെ വാദം. അതും യക്യൂബ് ബ്രദർ തെളിവുണ്ടെന്ന് തെളിയിക്കണം എന്നാണ് പുള്ളി പറയുന്നത്. ആ വാദവും യക്യൂബ് ബ്രദർ തെളിവ് വെച്ച് തെളിയിക്കണം, പുള്ളിയുടെ വാദവും. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? ഇവനൊക്കെ എന്താ, ഇവന്റെ തലയ്ക്കകത്ത് എന്താണ്, ചാണകമാണ്? എനിക്കറിയത്തില്ല. അതായത് ആണെന്നും ഞാൻ തെളിയിക്കണം, അല്ലാന്നും ഞാൻ തെളിയിക്കണം. എന്തൊരു 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 വിവരക്കേടാ ഇവരുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ. ചുമ്മാ അല്ല ഇവന്മാരെ മദ്രസ പൊട്ടന്മാരെന്ന് വിളിക്കുന്നത്. ഇതുകൊണ്ടാ, മനസ്സിലായോ? ഇതുകൊണ്ടാണ് മദ്രസ പൊട്ടന്മാരെന്ന് വിളിക്കുന്നത്. ആ പാവം മനുഷ്യന്റെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ബുദ്ധിമോശം ഒന്ന് നോക്കിയേ. ഇത് പീപ്പിൾ ഓഫ് ദ സ്ക്രിപ്ചർ ക്രൈസ്തവരും യഹൂദരുമാണെന്ന് അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ഡീപ്പ് ഇട്ട് കാണിച്ചു കൊടുത്ത് പ്രൂവ് ചെയ്യാണ് ഇത് ക്രൈസ്തവരെ കുറിച്ചും യഹൂദരെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രൂഫ് നമ്മൾ കൊടുത്തു. ഇനി ഇപ്പൊ പുള്ളിക്കാരൻ നമ്മളോട് പറയും ഇതല്ല എന്നുള്ളതിന്റെ പ്രൂഫും കൂടെ ഞാൻ കൊണ്ടുവരാൻ. യക്യൂബ് ബ്രദറെ, എന്തോ പറയാനാ യക്യൂബ് ബ്രദറെ, ഇതിന്റെ അകത്തൊരു പ്രശ്നം ഏതാണെന്നറിയോ? യക്യൂബ് ബ്രദർ ആദ്യം എടുത്ത ആ ഖുറാന്റെ ആയത്തുണ്ടല്ലോ, അതൊരു ഒരു ഒരു വല്ലാത്ത പെടുത്തുന്ന ഒരു ആയത്താണ്. അതായത് വേദക്കാരോട് ഏറ്റവും നല്ല രീതിയിലല്ലാതെ നിങ്ങൾ സംവാദം നടത്തരുത്.
അവരിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരൊഴികെ നിങ്ങൾ അവരോട് പറയുക, ഞങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിലും നിങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഈ ഒരു ക്ലോസ് കിടക്കുമ്പോൾ ജുനൈദിന് അറിയാം. ജുനൈദ് ഇപ്പൊ ഇവിടെ വെച്ച് സമ്മതിക്കുകയാണ്, വേദക്കാരെന്ന് പറഞ്ഞാല് ക്രിസ്ത്യാനികളും യഹൂദരുമാണ് സമ്മതിച്ചു കഴിഞ്ഞാൽ ഇതിലോട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ജുനൈദ് അടപടലം പെടും. അപ്പൊ പിന്നെ ഇവരുടെ ഈ ബൈബിളിനെ പറ്റിയുള്ള വാദങ്ങളെല്ലാം, ഇന്ന് ക്ലബ് ഹൗസിൽ പറയുന്ന വാദങ്ങളെല്ലാം അടപടലം പൊട്ടും. ഇവർക്ക് ബൈബിളിനെ പറ്റി ഒരു അക്ഷരം ഇവർക്ക് മിണ്ടാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ പ്രവചിക്കാത്ത പ്രവാചകൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിൽ വിശ്വസിക്കുന്നു എന്നാ. അപ്പൊ ഒന്നെങ്കിൽ നമ്മളെ തെറി പറയാം, ബൈബിളിനെ തെറി പറയാം. അറ്റ് ദ സെയിം ടൈം അപ്പൊ ഇവർ വേറെ കാര്യം കൂടെ സമ്മതിക്കണം, മുഹമ്മദിനെ ഇവർ ശശിയാക്കും. അല്ലാതെ മുഹമ്മദ് പറയുന്നത് ഇവര് മുഹമ്മദിനെ തള്ളും. ഒന്നെങ്കിൽ മുഹമ്മദിനെ തള്ളും, ബൈബിളിനെ കൊള്ളും, ഇല്ലെ ബൈബിളിനെ തള്ളും, മുഹമ്മദിനെ കൊള്ളും. ഈ ഒരു സ്റ്റേജിലോട്ട് ഇവർ മാറും. ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷമല്ല, ഒരു ഉസ്താദ് സമസ്തയുടെയാന്ന് തോന്നുന്നു, പുള്ളി ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാണ്, മുസ്ലിം പിള്ളേരെല്ലാം മദ്രസയിൽ നിന്ന് വിട്ടുപോവാണ്, എല്ലാവരും 5ാം ക്ലാസ് ആകുമ്പോൾ മദ്രസ പഠനം നിർത്തുവാണ്, പുതിയ പിള്ളേരൊന്നും മദ്രസയിൽ വരുന്നില്ല, മാതാപിതാക്കൾ വിടുന്നില്ല, മതം വിട്ടു പോവാന്ന് പറഞ്ഞാൽ കരച്ചിൽ. ആരും ന്യൂസ് കണ്ടായിരുന്നോ?